പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്ന, അതായത് ചിന്തിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നാം ധ്യാനിക്കേണ്ടതായ ചില കാര്യങ്ങൾ, ഹല്ലേലൂയ, അത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്, എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത്? ഹല്ലേലൂയ. നോക്കൂ, സത്യമായവ, അതായത് സൃഷ്ടിയിലെയും വെളിപ്പാടിലെയും നിത്യസത്യങ്ങളുമായി യോജിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന്റെ 2-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്, 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കുവാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. അടുത്തതായിട്ട് 3-ാം അധ്യായം 16-17 വാക്യത്തിലും പറയുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഹല്ലേലൂയ. നോക്കൂ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാക്കിയാൽ, അതായത് ദൈവത്തിൻ്റെ, ഹല്ലേലൂയ, തന്നെ ജീവന്റെ വചനമാ. ഹല്ലേലൂയ. അത് ജീവനുമാണ് വചനവുമാണ്. വേദപുസ്തകം തെറ്റല്ലാത്ത, അതായത് പരിപൂർണമായത്, സത്യമായത്, വിശ്വസിക്കുവാൻ യോഗ്യമായതും, ഹല്ലേലൂയ, തെറ്റിക്കൂടാത്തതുമാണ്. ഹല്ലേലൂയ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ഘനമായവ നാം ചിന്തിക്കണം. ഹല്ലേലൂയ. അതായത് ഗൗരവവും മാന്യവും അന്തസ്സും ക്രിസ്തീയമായത്. ഹല്ലേലൂയ. എന്തൊക്കെയാണെന്ന് നാം ഉള്ളത് എന്ന് ചിന്തിച്ചു നോക്കണം. തീമോഥെയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഔവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം, വാക്കുകാരും മദ്യപന്മാരും ദുർലോഭമോഹികളും ആകരുത്. ഹല്ലേലൂയ. അരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്നൊക്കെ ശുശ്രൂഷകന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഔവണ്ണം സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ നിർമ്മതന്മാരും എല്ലാറ്റിലും വിശ്വസ്തരുമായിരിക്കണം. തീത്തോസിന്റെ ലേഖനം 2:2 പറയുന്നുണ്ട്, വൃദ്ധന്മാർ നിർമ്മതരും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണം. നോക്കൂ, ഘനമായവയെ കുറിച്ച് പറഞ്ഞ ഗൗരവവും മാന്യവും അന്തസ്സുമായാണ് ഹല്ലേലൂയ അതിൽ അടങ്ങിയിരിക്കുന്നത്. അടുത്തതായിട്ട് നോക്കൂ, ഹല്ലേലൂയ, നീതിയായവ, ന്യായത്തോടും നീതിയോടും യോജിക്കുന്നവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത്, ഹല്ലേലൂയ, അതായത് അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏതു മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസമാർഗത്താലത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവം ഏകനല്ലോ. അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ?
ഒരു നാളുമില്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നു. ഹല്ലേലൂയ. നോക്കൂ, ന്യായത്തോടും നീതിയോടും യോജിക്കണം. ഹല്ലേലൂയ. നോക്കൂ, 8:4 പറയുന്നുണ്ട് റോമർക്കെതിരെ ലേഖനത്തിൽ തന്നെ, ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ചു നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. അടുത്തത് നോക്കൂ പ്രിയ മക്കളെ, നിർമ്മലമായവ. ഹല്ലേലൂയ. അതായത് ശരീരത്തിനും ആത്മാവിനും പവിത്രതയും വിശ്വാസവും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. റോമർക്കെതിരെ ലേഖനത്തിൽ തന്നെ 12-ാം അധ്യായം മുഴുവനും അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ കൊരിന്ത്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം 3:16-17 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഹല്ലേലൂയ. കൂടാതെ കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 7:1 പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഹല്ലേലൂയ. നാം നിർമ്മലതയോടെ ആയിരിക്കണം പ്രിയ മക്കളെ. ഹല്ലേലൂയ. അടുത്തത് നോക്ക്, സൽകീർത്തിയായത്. ഹല്ലേലൂയ. അതായത് മറ്റുള്ളവർക്ക് പ്രസാദമാകുന്നതും അനുഗ്രഹം ഉളവാക്കുന്നതുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. കൊരിന്ത്യർക്കെതിരെ ലേഖനം ഹല്ലേലൂയ 1 കൊരിന്ത്യർ 13:4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. ഹല്ലേലൂയ. എന്നിട്ട് ഗലാത്യർക്കെതിരെ ലേഖനം 5:22-23 പറയുന്നുണ്ട്, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ സൽകീർത്തിയായതൊക്കെയും ചെയ്യുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്തത് നോക്കൂ, പുകഴ്ചയായത്. അതായത് പൊതു നന്മയ്ക്കും മൂല്യത്തിനും പ്രശംസയ്ക്കും യോഗ്യമായവരോട് യോജിക്കുന്നവരെല്ലാത്തിനും പുകഴ്ചയാണ്. ഹല്ലേലൂയ. റോമർക്കെതിരെ ലേഖനം 13:1 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഹല്ലേലൂയ 2 പത്രോസ് അപ്പോസ്തലന്റെ 2-ാം ലേഖനം 1:4 മുതലുള്ള വാക്യത്തിലും അത് ഹല്ലേലൂയ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നോക്കൂ, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇന്ന് വായിച്ച ഹല്ലേലൂയ ഓരോ ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ ചിന്തിച്ച് ധ്യാനിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ്, ഇന്നത്തെ ഈ വചനങ്ങൾ ഓരോന്നും ഹല്ലേലൂയ അവരവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രായോഗികമാക്കുവാൻ ദൈവം സഹായിക്കണമേ കർത്താവേ. വാക്യത്തിൽ പറഞ്ഞതുപോലെ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും
ഉന്നതമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഓരോ മക്കളുടെയും ജീവിതത്തിൽ ഇത് ഹല്ലേലൂയ ദിനം പ്രതി അത് ചിന്തിച്ച് ആരാധിച്ചു മുന്നേറുവാൻ ഹല്ലേലൂയ അവരുടെ ജീവിതത്തെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.